അതേപോലെ തന്നെ കേരള ക്രൈം ഫയലും ഒന്നും കൂടെ ഒന്ന് കണ്ടാൽ കൊള്ളാം, അതൊന്നും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ എക്കോ എന്ന് പറയുന്ന സിനിമയുടെ ടീച്ചർ കണ്ടപ്പോൾ അപ്പോൾ കുറച്ച് മുമ്പ് അതിനകത്തൊരു വേർഡ് പറഞ്ഞല്ലോ, ഒരു ട്രിലോജി എന്ന് പറയുന്നൊരു വേർഡ് പറഞ്ഞല്ലോ. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കാം, എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ആ സംശയമുണ്ട്. അപ്പം ആനിമൽ ട്രിലോജി എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനെ ഈ സിനിമയായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. ഇത് ട്രിലോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇല്ല. മലയാളത്തിൽ ട്രിലോജീസ് ഉണ്ട്. ഏതുതരം സിനിമ? നമ്മൾ ഏറ്റവും നമ്മൾ ആസ്വദിച്ച് അല്ലെങ്കിൽ ഏറ്റവും റീസെൻ്റ്ലി വന്നിട്ടുള്ള ലൂസിഫർ സീരീസ് ഒരു ട്രിലോജി ആണല്ലോ. അതായത് നമ്മൾ ഒന്നിൽ തുടങ്ങി മൂന്നിൽ അവസാനിപ്പിക്കുന്ന ട്രിലോജീസിനെയാണ് ഇതിലും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ട്രിലോജി എന്ന് പറഞ്ഞാൽ തന്നെ അത് അങ്ങനെയാണ്. അതായത് 3 വർക്ക്. ലിറ്ററേച്ചറിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ പ്ലേ അല്ലെങ്കിൽ നമ്മളൊരു ബുക്ക് പറയുമ്പോഴും 3 ബുക്കുകളിൽ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യം. അത് 3 കണക്റ്റഡും ആയിരിക്കും. 3 കണക്റ്റഡ് ആയിരിക്കും. പക്ഷെ 3 ഒരേ കഥയാകണമെന്നോ നിർബന്ധമില്ല. ഇപ്പോൾ സിനിമ എടുത്തു കഴിഞ്ഞാൽ 3 ഒരേ കഥയാകണമെന്ന് നിർബന്ധമില്ല. ചില കാര്യങ്ങളായിരിക്കും അതിനെ കണക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അതൊരു ക്യാരക്ടറായിരിക്കാം, ചിലപ്പം അതൊരു തീമായിരിക്കാം, ചിലപ്പം അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ ആയിരിക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളായിരിക്കാം. എങ്ങനെയാണ് ഈ ട്രിലോജി എന്ന് പറയുന്നത് ഒന്നിൽ തുടങ്ങി മൂന്നിൽ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ ആദ്യത്തേത് നമ്മൾ കിഷ്കിന്ധാകാന്ഡം പറയുന്നു, രണ്ടാമത്തേത് KCF കേരള ക്രൈം ഫയൽസ് പറയുന്നു. ഇത് അവസാനിക്കുന്നത് മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇറങ്ങാൻ പോകുന്ന എക്കോ എന്ന് പറയുന്ന സിനിമയാണ്. ഇത് 3നും റിലേറ്റ് ചെയ്യുന്ന ആനിമൽ ട്രിലോജി ആണെന്ന് പറയപ്പെടുന്നു. കിഷ്കിന്ധാകാന്ഡവും KCF നമുക്ക് മനസ്സിലാക്കാം. അതിനകത്ത് ടെറി എന്ന് പറയുന്ന ഒരു നായയെക്കുറിച്ച് പറയുന്ന കാര്യമുണ്ട്. അത് സെൻട്രൽ കഥാപാത്രം തന്നെ ആ ടെറിയാണ്. അതുപോലെ തന്നെ കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് വരുമ്പം എങ്ങനെയാണ് എനിക്കത് റിലേറ്റ് ആവുന്നില്ല. കിഷ്കിന്ധാകാന്ഡത്തിൽ ശരിക്കും ഈ ആനിമലിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മെറ്റഫറായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു കഥ പറയുന്നു. ആ കഥയിൽ ഈ പറയുന്ന ആ കഥയുടെ പശ്ചാത്തലം പറയാനായിട്ട് ഒരു മെറ്റഫറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇപ്പം മെറ്റഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പടങ്ങളിൽ മെറ്റഫറായിട്ട് ആനിമലിനെ ഉപയോഗിച്ചിട്ടുണ്ട്.